എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ടെക്സാസ് ഏജ് ആണ്. യുഎസിലെ ടെക്സാസിലാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് കരുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ടെക്സാസ് ഏജ് എന്ന പേര് വന്നത്. അപ്പോൾ ഇത് ഒരു മനോഹരമായ പിങ്ക് കളർ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പൂക്കളൊന്നും ആയിട്ടില്ല. ഞാൻ ആ ഇമേജ് ഇതിവിടെ ആഡ് ചെയ്യാം. ഇത് ഇടത്തരം വെള്ള ഷെയ്ഡ് അല്ലെങ്കിൽ രോമത്തോട് കൂടിയ ഒരു ചെറിയ ഇലകളാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് ചെടിയായിട്ട് മാത്രം നിന്ന് കാണാനും ഭംഗിയുണ്ട്. കാരണം നല്ലൊരു എന്താ പറയുക, ഒരു ചെറിയ വെള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കമ്പ് സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ബോട്ടം ലീവ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു അളവാണ്. നമ്മൾ മറ്റുള്ള ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന പോലെ ഒരു കാരണവശാലും നനയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലത്തൊന്നും ഇത് കൊണ്ട് വെക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. നിങ്ങൾ നഴ്സറിയിൽ നിന്ന് ഈ പ്ലാന്റ് മേടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പ്ലാന്റ് കൊണ്ടുവന്ന് പുറത്ത് വെക്കാനൊന്നും ചെയ്യരുത്. പകരം ഒരു പോട്ട് എടുത്തിട്ട് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉള്ള മണലും മണ്ണും കൂടി ചേർന്നിട്ടുള്ള മണ്ണ്, അതും നല്ല രീതിയിൽ ഡ്രൈഡ് ആയിട്ടുള്ള മണ്ണ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് മിനിമലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വേണം നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട്. പിന്നെ അധികം മഴ കൊള്ളാത്തൊരു ഏരിയയിൽ നിന്നും അത് മാറ്റി നിർത്തണം. ഇത്രയും മാത്രമേ ഉള്ളൂ അത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മഴ കൊള്ളാൻ പാടില്ല അല്ലെങ്കിൽ കുറച്ച് മാറ്റിയൊക്കെ നിർത്തണമെന്ന് പറയുമ്പോൾ ഇതിന് വെയിൽ കോംപ്രമൈസ് ചെയ്യുമെന്നല്ല. വെയിൽ നല്ല രീതിയിൽ, സൺലൈറ്റ് നല്ല രീതിയിൽ വേണം ഇത് പൂക്കളുണ്ടാവണമെങ്കിൽ. അപ്പോൾ സൺലൈറ്റ് നമുക്ക് കിട്ടുന്ന എന്നാൽ മഴ അധികം കൊള്ളാത്ത അങ്ങനത്തെ ഒരു സ്പോട്ട് നിങ്ങൾ നിങ്ങളുടെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നല്ല രീതിയിലുള്ള പൂക്കളുണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.